വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് അൽ വദീഅത്തു, സൂക്ഷിക്കാൻ വേണ്ടി വെക്കുന്ന വസ്തു എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വദീഅത്ത് എന്നാൽ സൂക്ഷിക്കാനായി ആവശ്യപ്പെടുന്ന ഒരു ഇടപാടാണ്. ഒരാൾ ഒരു വസ്തുവിനെ, മൂല്യമുള്ള ഒരു വസ്തുവിനെ മറ്റൊരാളിനോട് നൽകുക, അദ്ദേഹം അതിനെ സംരക്ഷിച്ചു വെക്കുക, ഇദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അതിനെ തിരിച്ചു വാങ്ങുക, തിരിച്ചു കൊടുക്കുക എന്നതാണ് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുക വദീഅത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല പറയുന്നു, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് നിങ്ങളുടെ അമാനത്തുകളെ അതിൻ്റെ അവകാശികളിലേക്ക് വീട്ടാൻ കൽപ്പിക്കുന്നു. ഒരാൾ അമാനത്തായി എന്തെങ്കിലും ഒരു വസ്തു തന്നാൽ തീർച്ചയായും അദ്ദേഹത്തിലേക്ക് അതിന് തിരിച്ചു വീടൽ നിർബന്ധമാണ് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചവൻ്റെ അമാനത്തിനെ നീ വീടുക. നിന്നെ വഞ്ചിച്ചവനെ പോലും നീ വഞ്ചിക്കരുത് എന്ന. നിന്നോട് ആരെങ്കിലും വിശ്വാസം വെച്ച് എന്തെങ്കിലും അമാനത്തായി തന്നാൽ അതിനെ വീടണം. നിന്നെ വഞ്ചിച്ചാൽ പോലും നീ ആരെയും വഞ്ചിക്കരുത് എന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഒരു മൂല്യമുള്ള ഒരു വസ്തുവിനെ ഒരാളോട് സംരക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കൽ സാധുവാകും. രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരാളുടെ വാക്കുകൊണ്ടോ മറ്റേവനെ അതിലെ തള്ളാതിരിക്കലോട് സൂക്ഷിക്കാൻ ഏൽപ്പിക്കൽ കൊണ്ട് ശരിയാവും. ഇത് നിന്നെ ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു എന്ന് പറയും പോലെ ഒരാളോട് പറയാം, നിന്നെ ഞാൻ ഇതിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു, അദ്ദേഹം അതിനെ തള്ളാതിരിക്കാതെ സ്വീകരിച്ചാൽ അത് എന്താകും? വദീഅത്തായി മാറും. അങ്ങനെ സൂക്ഷിച്ചവൻ സാധിക്കാത്തവൻ്റെ മേൽ വദീഅത്ത് സ്വീകരിക്കൽ ഹറാമാണ്. അവനിക്കതിന് സാധിക്കൂല സ്വീകരിക്കാൻ, അതിന് സൂക്ഷിക്കാൻ, എന്നാൽ അവനിക്കത് ഹറാമാണ്. പക്ഷേ ആ കാര്യം ചെയ്യുന്നതിൽ ഉറപ്പില്ലെങ്കിൽ അതിനെ സ്വീകരിക്കൽ കറാഹത്താണ്. അദ്ദേഹത്തിനേക്ക് ഉറപ്പില്ല, ചെയ്യാൻ പറ്റുമോ ഇല്ല, അത് കറാഹത്താണ്.